ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് ആകെ കൂടി എടുത്ത ഒരു വ്ളോഗാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഇത്തവണ നാട്ടിൽ വന്നിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാനോ അതിനൊന്നും ഉള്ളൊരു മൂഡായിരുന്നില്ല. ഫാമിലിയുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു മൈൻഡായിരുന്നു. ലൈക്ക് എന്നോട് എൻ്റെ അനിയത്തിയൊക്കെ ഒരുപാട് ചോദിച്ചു, നീ എന്താ വീഡിയോസൊന്നും എടുക്കാത്തേ, എന്ത് പറ്റിയെന്നൊക്കെ. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഒരു സൈലൻ്റ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഞങ്ങളുടെ എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീടുള്ളത് പാലക്കാടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ലൈക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഷോപ്പിംഗ്, എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും ആൻഡ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ഡേ അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അറൗണ്ട് പറയുകയാണെങ്കിൽ പപ്പയ്ക്കും അനിയത്തിക്കും വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോസിന് പോസ്റ്റ് ചെയ്യാനൊന്നും. പിന്നെ എന്തോ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കുറേ ഫോണും പിടിച്ച് നടക്കുന്നതുകൊണ്ട് അതിലങ്ങ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ ചെറിയ മഴച്ചാറ്റിലും നല്ലൊരു കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി കുതിരാൻ ടണലിൻ്റെ അടുത്തെത്തി ഞങ്ങൾ. അപ്പോൾ അത് പാസ് ചെയ്ത് തൃശ്ശൂർ ജില്ലയിലുള്ള പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം, തൃശ്ശൂർ ജില്ല അറിയുന്നവർക്ക് അറിയായിരിക്കും, ശരിക്കും പട്ടിക്കാട് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ അവിടെ ഉണ്ട്. സോ അവിടെ നിയർ ബൈ ഒരു മോളിലാണ് ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ. അപ്പോൾ ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല, വീട്ടിലെ അമ്മേനെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരുപാട് ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഇന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാൻ ടണൽ. ആക്ച്വലി ഈ ടണൽ വന്നതോടുകൂടെ നമുക്ക് തൃശ്ശൂരിലോട്ട് പാസ് ചെയ്യാൻ ഒരുപാട് എളുപ്പമായി. ഇല്ലെങ്കിൽ ഈ സ്ഥലത്തെല്ലാം കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈസിലി പാസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ആൻഡ് ഞങ്ങൾ ടണൽ പാസ് ചെയ്ത് കഴിഞ്ഞൊരു കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, പെട്ടെന്ന് എത്തും. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഞങ്ങളുടെ അടുത്തുള്ള ടൗൺ വടക്കഞ്ചേരിയിൽ നിന്ന് തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ആ പോർഷൻസൊന്നും ഞാൻ അധികം വീഡിയോസ് ആയിട്ട് എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളവിടെ എത്തിയതും ഫുഡ് അടിക്കണം എന്നുള്ള പ്ലാനിലാണ് പോയത്. ആൻഡ് നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ നല്ലൊരു കിഴി പൊറോട്ടയും പിന്നെന്തായിരുന്നു അൽഫാം എല്ലാം ഓർഡർ ചെയ്തു. നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ആൻഡ് അവിടെ ലാലീസ് സൂപ്പർ മാർക്കറ്റിലുള്ള ഫുഡ് ഫണ്ട് എന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് വന്നു. ഡ്രസ്സായിട്ടൊന്നും എടുത്തില്ല, കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം അനിയത്തിയും ഞാനും സ്റ്റിച്ച് ചെയ്യും. സോ അവൾക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ, തുണിയൊക്കെ മേടിക്കണം എന്നും പറഞ്ഞ് അവളങ്ങനെ അതെല്ലാം നോക്കുമായിരുന്നു. മീൻവേൽ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് അതിലേ നടന്നു. ആൻഡ് അവൾ എന്തെങ്കിലും തുണി എടുക്കണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. സോ എനിക്കും എന്തെങ്കിലുമൊക്കെ എടുത്തേ പറ്റൂ. ആ ഒരു വാശിയിൽ ഞാനും കുറച്ച് 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി 1-2 മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തു. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഏതെടുക്കണം, ഏത് ശരിയാവും. മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പണ്ട് ഇതെല്ലാം കുറേ നോക്കി മേടിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായി സ്റ്റിച്ച് ചെയ്തിട്ട്. സോ അതിനോടുള്ള ആ ടച്ചൊക്കെ അങ്ങ് വിട്ടു. പിന്നെ അവൾ എന്തൊക്കെയോ ഡീറ്റെയിൽ ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ അവൾക്ക് ഒരു ഹോബി അതായതുകൊണ്ട് അവൾ അങ്ങനെ അത് നോക്കി എടുക്കുന്നുണ്ട്. ഞാനങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നോക്കി എനിക്കും ഒരു മെറ്റീരിയൽ വേണമെന്നും പറഞ്ഞ് ഞാനും എടുക്കാതെ ഒന്നും ഇരുന്നില്ല. പപ്പ പിന്നെ പോസ്റ്റായിരുന്നു. സോ ആസ് യൂഷ്വൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഓരോ തുണി നോക്കി, അതിൻ്റെ ഭംഗി നോക്കി, അതിൻ്റെ ക്വാളിറ്റി നോക്കി ഒരുപാട് ടൈം കളയും. ആൻഡ് അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും നോക്കിയിട്ടാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്യുള്ളൂ. സോ അത്രയും നേരം പപ്പ പോസ്റ്റായിരിക്കും. അപ്പോൾ പപ്പനെ നമുക്ക് അടുത്തൊന്നും നോക്കിയാൽ കാണില്ല. പപ്പ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളുടെ പണി തീർന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കിയെത്തും. ആൻഡ് അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലെ കുഞ്ഞാൻറ്റിയുടെ വീട്ടിൽ പോവുകയാണ്. പപ്പയുടെ സിസ്റ്റർ ആട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഷോർട്ട് കട്ട് കയറിയാണ് പോയത്. സോ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഷോർട്ട് കട്ട് എടുത്താൽ പോയത്. ആൻഡ് നമ്മളിത് ആൻറ്റിയുടെ വീട്ടിലെത്തി. എനിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പിയായി. വേറെ ഒന്നുമല്ല, ആൻറ്റിയുടെ ചെറിയ പൂന്തോട്ടം കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ വീട്ടിൽ നേരത്തെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റാണ്ട് ഒരു ഇതെല്ലാം പോയി. അപ്പോൾ ആൻറ്റി ഇങ്ങനെ നല്ല ചെറുതായിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഞങ്ങളവിടെ ചെല്ലണ സമയത്ത് ആൻറ്റിയും ചാച്ചനും അതിൻ്റെ എന്തൊക്കെയോ
പുല്ല് പറിക്കലും പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ നോക്കി കുറേ നേരം നിന്നു. പപ്പ ചാച്ചനെ കണ്ടിട്ട് ചാച്ചൻ്റെ ഒപ്പം ജസ്റ്റ് അകത്ത് കയറി പോയി. അവരവിടെ സംസാരിച്ച് തുടങ്ങി. കുറച്ച് നേരമായിട്ട് ഞങ്ങളെ കാണാണ്ട് ലാസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി വരുമോ, ഞാനൊരു 1.5 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നതാണ്, എന്നിട്ട് വീട്ടിൽ കയറാണ്ട് മുറ്റത്ത് തന്നെ വർത്തമാനം പറയണമെന്നും പറഞ്ഞ് ചാച്ചനെ പിന്നെ വിളിച്ച് പിന്നെ കുഞ്ഞാൻ്റിയോട് ഞാൻ ഓരോ ചെടികളുടെ എനിക്ക് ആ ചെടി വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർത്തമാനം പറഞ്ഞ് 1-2 ചെടിയൊക്കെ കളക്ട് ചെയ്തു. അപ്പം ഞങ്ങളതെല്ലാം എടുത്തങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചു, പപ്പ കാണാണ്ട്. ബിക്കോസ് പപ്പ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യും ആൻഡ് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടുവയ്ക്കും. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവൾക്കൊന്നിനും സമയമില്ല. ബിക്കോസ് 6 ദിവസം ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ സൺഡേ ചർച്ചിൽ പോകണം, 100 കൂട്ടം കാര്യങ്ങളാണ്. സോ എന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് മര്യാദയ്ക്കൊന്ന് നോക്കാനുള്ള സമയമില്ല. അത് കാരണം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ചെടികളെല്ലാം നശിച്ചു പോയെന്ന് പറയാമല്ലോ. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ടൈം സന്ധ്യ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പപ്പയ്ക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ ആ ടൈം ഞാൻ വെറുതെ ഇരിക്കില്ല ഇതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോസ് എടുക്കണ്ടായിരുന്നു. ആൻഡ് അവളെ കുറച്ച് കളിയാക്കി, കുറച്ച് ഫണ്ണായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുകയായിരുന്നു. ഇനി വീടെത്താനായപ്പോഴേക്കും നല്ല മഴയായിരുന്നു. സോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ആൻഡ് ഇന്നത്തെ ഡേ ഫുൾ എങ്ങനെ പോയി എന്നറിയില്ല. നമ്മളൊരു ഉച്ചയാവാറായി ഇറങ്ങിയപ്പോൾ എങ്കിൽ പോലും പെട്ടെന്ന് സമയം പോയി. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തു. ഒരു ബൈ ബൈ പറഞ്ഞത്. സ്റ്റിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാട്ടോ ആ സൗണ്ട്. അപ്പോൾ എനിവേ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.